കൂടിയിട്ട്. പ്രൈസ് ദി ലോർഡ് വർഗീസ് പാസ്റ്റർ. ഞാൻ ആ മനുഷ്യനെ എന്നാലും എടുക്കാം. ശരിയല്ല, എന്നാലും സംസാരിക്കാം. നമുക്ക് ആദ്യം തുടക്കത്തിൽ ആരെങ്കിലും ഒരാൾ വേണമല്ലോ, അതിനു വേണ്ടി മാത്രം. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അതിന്റെ സത്യ ഒരാള് സംസാരിക്കുമ്പോഴേ അതാണോ ഇതാണോ? ഞാൻ മെഹറിഷല്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? മെഹറീഷിന് പേടിച്ചിട്ടല്ലെന്നേ, പേടിച്ചിട്ട് ഇങ്ങനെ ഒരു ക്ലബ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കണത് പ്രതിപക്ഷ എന്തെല്ലാം പറയുന്നുണ്ട്. അതായത് ഡിബേറ്റില് എന്തെല്ലാം കൂടുതൽ വേണ്ട സൗണ്ട് ഇതേ. ഹലോ കൂട്ടുകാരാ, മെഹറീഷിനെ പേടിയായിട്ടല്ല. മെഹറീഷ് ബൈബിൾ വാക്യം വായിക്കാനാ വരുന്നത്. അത് ഞങ്ങൾക്കറിയില്ല വായിക്കാൻ. അതാണ് സംവാദം. അല്ല, സംവാദം അനിൽക്കൊടിത്തോട്ടം പറയുന്ന രണ്ട് സൈഡ് എടുക്കണോ? രണ്ട് സൈഡ് എടുക്കണോ? കാലി ഗ്രന്ഥം വായിക്കുന്നതാണോ? കാലി ഗ്രന്ഥം മാത്രം വായിക്കുന്നതാണോ സംവാദം? അല്ല, രണ്ട് ബുക്ക് വായിക്കണോ? നിങ്ങൾ അവരെ വായിച്ചാൽ നിങ്ങൾ അവരെ വായിക്കണം. വായിച്ചിട്ട് പറയുന്നുണ്ടല്ലോ, അതിന് വിവരിക്കുന്നുണ്ടല്ലോ. അത് ഇന്ന കാര്യം കാണണം, ഇന്ന കാര്യങ്ങളാണെന്ന് വിവരിക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞതല്ല. അച്ഛൻ കുഞ്ഞെ സംസാരിച്ചോളൂ. സത്യമായിട്ടൊന്നും മിണ്ടായിരിക്കാൻ പറ. മനുവൊന്നും ഉണ്ടായിരുന്നേ അവിടെ ഞങ്ങളുടെ റൂമിൽ കയറി വന്നിട്ട് എന്നെ സംസാരിക്കാൻ അച്ഛൻ കുഞ്ഞ് വിളിച്ചൊരു മെസ്സേജ് വെച്ചു. ഈ കില്ലപ്പട്ടികളെയും ഈ പേപ്പട്ടികളെയും ഞങ്ങൾ അകറ്റി നിർത്തും. അത് പേടിച്ചിട്ട് തന്നെയാണ്, കാരണം പേളകില്ല അവർക്ക്. അതാണ്. ഇനി എന്തുവാട്ടെ, മനുവിന്റെ വിശ്വാസം എന്താണ് പറഞ്ഞാട്ടെ? ഞാൻ ഇസ്ലാമാണ്. എന്താണ് താങ്കൾ ഇസ്ലാം ആകുന്നതിന് കാരണം? ഇസ്ലാമാണെങ്കില് എന്താ പറയാ, മുഹമ്മദിന്റെ വിശ്വാസമുള്ളത്. അപ്പൊ അള്ളാഹുവിൽ വിശ്വാസമല്ലേ? മുഹമ്മദിലാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. മുഹമ്മദിൽ വിശ്വസിക്കാൻ കാരണം എന്താ? രണ്ടില് വിശ്വാസം. മുഹമ്മദിൽ വിശ്വസിക്കാൻ കാരണം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്താ തെളിവ്? അപ്പൊ യേശു എവിടെ നിന്നാണ് ജനിച്ചതെന്ന് പറയാ. ഉത്തരവാദമാണോ? ഞാൻ ചോദിച്ച ആൻസർ. നിന്റെ ദൈവം ജനിച്ചത് ഡേറ്റ് ഉണ്ടാ? ബൈബിളിൽ കാണിച്ചാൽ ഞാൻ $100 തരാം. നിനക്ക് $500 തരാം. $500 നിനക്ക് ഇപ്പൊ തരാം. യേശു ക്രിസ്തു ജനിച്ച ദിവസം ബൈബിളിൽ കാണിച്ചു തരാം നിനക്ക്. ഞാൻ ചോദിച്ചത് നിന്റെ പുസ്തകം ഇല്ലാണെന്ന്. യേശു ക്രിസ്തു ജനിച്ചത് ബൈബിളിൽ കാണിച്ചു തരാം. ഈ കൊടിച്ചിപ്പട്ടി സ്വഭാവം. ഇതാണ് സെക്കൻഡ് അങ്ങോട്ട് രണ്ടുപേരും ചോദിക്കും. നിനക്ക് എന്നോട് ഞാൻ തിരിച്ച് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. പേടിക്കണ്ട. യേശു ക്രിസ്തു ജനിച്ച ദിവസം നിനക്ക് കാണിച്ചു തരാൻ പറ്റും. ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യം ഉണ്ടോ? ബൈബിളിൽ നിന്റെ യേശു ക്രിസ്തു ജനിച്ച, നിന്റെ ദൈവം ജനിച്ച ദിവസം അറിയണം നിനക്ക്. ബൈബിളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ നിന്റെ മുഹമ്മദിനെ പ്രവാചകൻ എന്ന് വിളിക്കുന്നത്. യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് മുഹമ്മദിനെ പ്രവാചകൻ എന്ന് വിളിക്കുന്നത്? ഞാൻ അവനെ താഴ്ത്തിട്ടതാണ്. ഇവിടെ വന്ന് ഇവൻ ഇടപോട വിളിയൊന്നും വേണ്ട. അത് അവന്റെ മദ്രസയിൽ പോയി അവന്റെ അള്ളാവിനെ വിളിക്കട്ടെ. നീ ഇവിടെ താൻ ഇവിടെ വന്നിട്ട് തനിക്ക് മര്യാദയ്ക്ക് ഇവിടെ സത്യ എന്ന് പറഞ്ഞ ഒരാൾക്ക് പേര് കിടപ്പുണ്ട്. ആ പേരിട്ട് നീ വിളിക്കുക. ഓക്കെ? ഇവിടെ വന്ന് എടാ പോടാ മറ്റേ മറിച്ചൊന്നും പറയണ്ട. മര്യാദയ്ക്ക് സംസാരിക്കാമെങ്കിൽ സംസാരിക്കുക. അതുപോലെ അലയ്ക്കാനും പാടില്ല. ഇവിടെ അലയ്ക്കാനുള്ള സ്ഥലമല്ല. സംശയങ്ങൾ ചോദിക്കാം, ഏതിന് ഉത്തരം വേണേലും പറയാം. ഇവിടെ അലയ്ക്കണ്ട. മര്യാദയായിട്ടുള്ള സംസാരമൊന്നും വേണ്ട. താങ്ക് യു പാസ്റ്റർ. അയാള് വന്ന വശം തന്നെ അയാളോട് ചോദിച്ചു ഏത് വിശ്വാസമാണ്? മുസ്ലിമാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ആയത്? ഞാൻ മുഹമ്മദിൽ വിശ്വസിക്കുന്നു എന്നാണ്. ഇനി അതല്ലെങ്കിൽ കേൾവിക്കാർ പറയണോ അയാൾ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് മുഹമ്മദിൽ വിശ്വസിക്കുന്നത് ചോദിച്ചപ്പോൾ നിന്റെ യേശു ആരാടാ, നിന്റെ യേശു ജനിച്ചു തന്നാടാന്നൊക്കെ ചോദിക്കുന്നത്. അതല്ലല്ലോ ഉത്തരം. താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിന് ഞാൻ ചോദിച്ചു മുഹമ്മദിനെ പ്രവാചകൻ എന്ന് വിളിക്കാൻ കാരണം എന്ത്? ഉടനെ മറുചോദ്യമാണ്. ഇതാണ് പറഞ്ഞ മെഹറീഷ് തുടങ്ങിയ മുഹമ്മദീയ മദ്രസ കുഞ്ഞുങ്ങൾക്കുള്ള തനി സ്വഭാവമാണ്. അപ്പൊ ഞാൻ സംശയിച്ചതുപോലെ തന്നെയാണ് മെഹറീഷിന്റെ ഒരു വക ആ കൂട്ടത്തിൽ തന്നെ വരും. നീ അതേ സ്പീഷീസിൽ തന്നെ വരും. ഹലോ, നമസ്കാരം. ഏത് മതവിശ്വാസിയാണ്? മുസ്ലിമാണ്. താങ്കൾ ഇപ്പോഴും മുസ്ലിമായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്ന ആളാണല്ലേ? ഈ റൂമിൽ വരാറുണ്ടോ? വരാറില്ല. ഇന്ന് ആദ്യമായിട്ട് വരുന്നതാണോ? ആദ്യമായിട്ട് വരണം. ഓ, യൗവനക്കാരനാണോ? അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് പഠിപ്പുള്ള ആളാണ്? അബൂബക്കറെ പേടിക്കേണ്ട ഒന്നുമില്ല. ഞങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ഏത് നിലവാരത്തിലുള്ള ആളാണ്. എങ്ങനെ വലിയ അറിവുള്ള ആളൊന്നുമില്ല. അല്ല, എന്നാലും പ്രായം ഏകദേശം അറിയാം. എനിക്കൊരു 50 വയസ്സിന്റെ അടുത്തുണ്ട്. എനിക്കും ഏകദേശം ഉണ്ട്.
ഓക്കെ. സൗണ്ട് വെരി യങ്. താങ്ക് ഗോഡ്. നല്ല സൗണ്ടാണ്, ചെറിയ സൗണ്ടാണ്. അപ്പോൾ പ്രായത്തിനേക്കാളും കുറഞ്ഞ സൗണ്ട് തോന്നുന്നു. നല്ല കാര്യം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ആയിരിക്കുന്നത് ഞങ്ങളോടൊക്കെ ഒന്ന് വിവരിക്കാമോ പ്ലീസ്? ഞാൻ മുസ്ലിം അതുപോലെ തന്നെ ഞാൻ താങ്കളുടെ കാണുന്ന വോയിസ് ബ്രേക്ക് തെളിവായിട്ട് ആവുന്നു സർ. ഇവിടെ ഒന്നും പൂവർ കൂടെ മൈക്ക് കണക്ഷൻ അടുപ്പിച്ച് ഉണ്ടാവും. പിടിക്കുകയോ? കുഴപ്പമില്ല, ഒന്ന് പൂവർ പറഞ്ഞു സോറി. ഞാൻ പറഞ്ഞോ. പൂവർ കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു മുസ്ലിമായി ജീവിക്കുന്നത് കൊണ്ട് വെച്ചാൽ എനിക്ക് ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പിന്നെ നമുക്ക് തെളിവായി പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഞാൻ മനസ്സിലാക്കിയത് ഇസ്ലാം പറയുന്ന അള്ളാഹു അതാണ് സത്യദൈവമെന്നും ആദ്യ സൃഷ്ടിയായ മനുഷ്യനായ ആദ്യ നബി മുതൽച്ച് ഇതുവരെ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും പറ്റേണ്ട ലോകത്തെ ഏക സത്യമതം ഇസ്ലാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ കുറച്ച് കാരണങ്ങൾ പറയാവോ? അതിന് അള്ളാഹു കാരണം ആണ് ഏക സത്യം. ഞാൻ ഒന്ന് പറഞ്ഞു കഴിയട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞ് ശ്രദ്ധിച്ചു അതിന് കേട്ടല്ലോ. കാരണം ഒരു സെക്കൻഡ്, ഓക്കെ ഞാൻ ചോദ്യം ആക്കട്ടെ. അള്ളാഹു ആണ് സത്യ ഏക ദൈവമെന്ന് താങ്കൾക്ക് ബോധ്യം വരുന്നതിനുണ്ടായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു. കാരണം ഒന്നാമത്തത് ഞാന് ലോകത്ത് മൊത്തം നോക്കുമ്പോൾ കുറെ ദൈവങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല എന്ന ലോജിക്ക് പറയുന്നുണ്ട്. അപ്പൊ ഏക ദൈവമേ പറ്റുള്ളൂ. കാരണം ഒന്നിലധികം ഒരു ദൈവം ഉണ്ടാകുമ്പോൾ ലോകം ശരിക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അത് എന്റെ ബുദ്ധി കൊണ്ടും അതുപോലെ തന്നെ എനിക്ക് സാധ്യമായ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോ സത്യ വിശ്വാസം പറയുന്ന ലോകത്തെ മതങ്ങളെ ഞാൻ പരിശോധിച്ചപ്പോ ഏകദേശം പ്രധാനമായും ജൂതമതവും ഇസ്ലാം മതവുമാണ് ഒരു ഏകദൈവത്തെ കുറിച്ച് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ഏകദൈവം പറയുന്നുണ്ടെങ്കിലും അത് മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഏകദൈവ വിശ്വാസമാണ്. കാരണം 3 സെപ്പറേറ്റ് ഗുഡ് എന്ന് പറയുന്നതോടുകൂടെ അവിടെ എന്തില്ല, ഏകദൈവം എന്നത് പറഞ്ഞതിന് അർത്ഥമില്ല. അവിടെ ട്രിനിറ്റിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പൊ പിന്നെ ജൂത മതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഇടയ്ക്ക് ബ്രേക്ക് ആയിപ്പോ. അവരുടെ മതത്തിന് ലോകത്ത് എല്ലാവരെയും കുറിച്ച് അല്ല പറയുന്നത്. അവര് ഓൾഡ് ടെസ്റ്റമെന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത് ഇസ്രായേൽ സമുദായത്തെ, അതായത് ഇസ്രായേലിന്റെ ദൈവം എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ എപ്പോഴും പറയുന്നത് ജനങ്ങളെ, റബ്ബുൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവ്. ഞാൻ കേട്ടതനുസരിച്ച് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതായിക്കൊണ്ടെന്ന് ഖുറൈശി ദേവൻ. പക്ഷെ ഖുർആൻ ഒരു സ്ഥലത്ത് പോലും ഖുറൈശി ദേവൻ എന്ന് ഖുറൈശികളുടെ ദേവൻ തന്നെ പറയുന്നില്ല. എന്നാൽ മറിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റ് നോക്കും പല സ്ഥലത്ത് എന്താണ് പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ദൈവം. അബൂബക്കറെ, നമുക്ക് നിർത്തി പോകാം. ഇങ്ങനെ ഒരു പ്രസംഗം പോലെ പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ചോദിച്ചത് പറഞ്ഞതാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം ഏകസത്യം ആണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളുടെ പാട്ടാണ് ഇപ്പോ. ഞാൻ ഇസ്ലാമിനെ തെരഞ്ഞെടുത്തത് ഇസ്ലാമാണ് പറയുന്ന അള്ളാഹുവാണ് ഏകസത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബൂബക്കർ, ആ വൈഫൈ ആണെങ്കിൽ അതിന്റെ അടുത്തൊന്ന് നിൽക്കുക. അതല്ലെങ്കിൽ നിങ്ങളൊരു ക്ലോസ്ഡ് റൂമിലോടുത്താണെങ്കിൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ചിലപ്പോൾ സിഗ്നൽ കിട്ടുമായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ, ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവുന്നു താങ്കളുടെ വോയിസ്. ഇവിടെ പൂർ കണക്ഷൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അറിയില്ല. ഒന്നും കൂടെ നമുക്ക് സിംപിളി, ഇപ്പൊ ബൈബിളിൽ നിങ്ങൾ പറഞ്ഞു എന്താണ് ക്രിസ്ത്യാനികൾക്ക് 3 എണ്ണം ഉണ്ടെന്ന് പറയുന്നു, യഹൂദർക്ക് 1 എണ്ണം ഉള്ളത് ലിമിറ്റഡ് ആണെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അത് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാം. പക്ഷെ അതിന് മുൻപായിട്ട് ഈ അള്ളാഹു ഏക ദൈവമാണെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യം വന്നത് എന്നാണ് ചോദ്യം. ഉത്തരം പറഞ്ഞോളൂ. അത് ഖുർആൻ ആവർത്തിച്ച് പറയുന്നതല്ലേ. ഖുർആനാണ് ഇസ്ലാം ഗ്രന്ഥം. അപ്പൊ അതിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അവൻ ഏകനാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഖുർആനിൽ നിന്നാണ് താങ്കൾക്ക് ലഭിച്ചത് അള്ളാഹു ഏകനാണെന്ന് അല്ലെ? ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് താങ്കൾക്ക് മനസ്സിലായത് അള്ളാഹു ഏകനാണെന്ന് അല്ലേ? അള്ളാഹു ഏകനാണെന്ന് ഖുർആനിൽ മനസ്സിലാക്കുക. പക്ഷെ ദൈവം ഏകനാണെന്ന് ഞാൻ പുറത്തുനിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ഒന്നിലധികം ദൈവം ഉണ്ടാകുമ്പോൾ ശരിയാകൂല. അപ്പൊ പിന്നെ അള്ളാഹു ഏകനാണ് എന്നല്ല, ഏകനായ ദൈവം
മനസ്സിലായി ബ്രദറെ. ഇനിയിപ്പോ താങ്കൾ പറഞ്ഞു തന്നെ വീണ്ടും അതിനൊന്ന് എക്സ്പൗണ്ട് ചെയ്യാൻ നോക്കില്ല. അത് മനസ്സിലായി. അത് താങ്കളുടെ ലോജിക്ക് പ്രകാരം ഒന്നിലധികം ദേവന്മാർ ഉണ്ടാകാൻ പാടില്ല, ദൈവം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ഏകനാണെന്ന് ഖുറാനിൽ നിന്നും ദൈവം ഏകനാകാനേ പാടുള്ളൂ എന്ന് താങ്കളുടെ ലോജിക്കൽ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായി. ഇതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. ഓക്കെ. പങ്കാളി എന്ന് വെച്ചാൽ ഹസ്ബൻഡ് വൈഫ് എന്നുള്ള പങ്കാളിയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഖുറാൻ ശരിക്കും തന്നെ പാർട്ട്ണർ, അതായത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇപ്പൊ ഒരു പങ്കാളി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് സാഹിബ എന്നാ പറയില്ല അറബിയിൽ. അതല്ല ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരാൾ ഒരു ജോലിയിലും ഒക്കെ പിന്നെ ഇപ്പൊ കച്ചവടത്തിലൊക്കെ പങ്കുള്ളവർക്ക് പാർട്ട്ണർ എന്നാ പറയാ, ശരിക്കും എന്നാ പറയാ. ആ ഓക്കെ പദമാണ് ഓക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ മനസ്സിലായി. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പറയാണ്, ഇപ്പൊ അബൂബക്കറും ഞാനും കൂടി ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്താണെന്നുള്ളത് നമുക്കുള്ള അവകാശം ഒന്നാണോന്ന് നോക്കണം. എന്താണ് അല്ല, ഇത് കേൾക്ക്. നമുക്ക് രണ്ടുപേർക്കും അവകാശം ഒന്നാണെന്ന് വിചാരിക്കുക. ഇത് കേൾക്ക് കൂട്ടുകാരാ, നമുക്ക് രണ്ടുപേർക്കും എല്ലാ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന എല്ലാ പവറും ഉണ്ട്. നമ്മൾ രണ്ടുപേരും അങ്ങനെ ഒന്ന് വിചാരിക്കേ, നമുക്ക് രണ്ടുപേർക്കും തുല്യ പവറാണ്. എന്നിട്ട് നമ്മളൊരു കാര്യം നടത്താൻ പോവാണ്. ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി താജ്മഹൽ കാണാൻ വേണ്ടി പോകണം, നമ്മൾ രണ്ടാളും കൂടി തീരുമാനിക്കുകയാണെന്ന് കണക്കൂട്ട്. അങ്ങനെ അങ്ങനെ കണക്കൂട്ടാൻ പറ്റുമോ? അപ്പൊ പാർട്ട്ണർ ആവോ നമ്മള്? അതൊരു പാർട്ട്ണർഷിപ്പ് ആണോ? അത് പാർട്ട്ണർഷിപ്പ് ആണോ? അതെ അതെ അതെ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ആ 33-ാം അധ്യായത്തിൽ നിങ്ങൾ പറഞ്ഞു ഖുറാൻ എല്ലായിടത്തും പരിശോധിച്ചിട്ട് അള്ളാഹുവിനൊരു താങ്കൾ പറഞ്ഞ ക്രൈറ്റീരിയ ആണ് കേട്ടോ. എന്ത്? ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ഈ തുല്യ പാർട്ട്ണർഷിപ്പോട് കൂടിയാണെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ആണെന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞു. അത് ഇനി മാറ്റില്ലല്ലോ. ഹലോ അബൂബക്കർ സാഹിബേ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ കേൾവിക്കാർ ഇത് അതായത് കേൾക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഒരുപോലെ അതെ അതെ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, താജ്മഹലിന്റെ ഉദാഹരണം പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുകയാണ് പോകാന്ന്. അപ്പോൾ ഞാൻ താങ്കളെ നിർബന്ധിക്കുന്നില്ല, താങ്കൾ എന്നെയും നിർബന്ധിക്കുന്നു. രണ്ടുപേരും സ്വതന്ത്രമായിട്ട് തീരുമാനിക്കുന്നു, പക്ഷെ ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ രണ്ടുപേരും തീരുമാനിക്കുന്നു, നമ്മൾ പാർട്ട്ണർഷിപ്പിൽ തീരുമാനിച്ചു, നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നു. ഓക്കെ. രണ്ടാളും മനുഷ്യന്മാരാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരേ വ്യത്യസ്ത ആളുകളാണ്. നമ്മൾ ഒന്നിച്ച് ആയി ജീവിക്കാൻ തീരുമാനിച്ചു. അതായത് ഇത്തരം വിഷയങ്ങളിൽ പാർട്ട്ണറായി ജീവിക്കാൻ തീരുമാനിച്ചു. അവർ നമ്മൾ ചേർന്ന് ഒരു അവിടെ പോകാൻ തീരുമാനിച്ചെങ്കിൽ അപ്പോൾ രണ്ടാളും എടുക്കുന്നത് ശരിയാണ്, രണ്ടാളും എടുത്ത തീരുമാനമാണെന്ന് പറയാം. അപ്പൊ രണ്ടുപേരുടെയും തീരുമാനം ശരിയാണ്, രണ്ടുപേർക്കും ഈക്വൽ പവർ ആണ്, അല്ലേ? ശരിയല്ലേ? ഞാൻ താങ്കളെ ഇൻഫ്ലുവൻസ് ചെയ്താലല്ലേ എന്റെ പവർ കൂടുകയോ, താങ്കൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്താലല്ലേ താങ്കളുടെ പവർ കൂടുന്നത്. നമ്മൾ രണ്ടുപേരും കൂടിയാണ് സ്വതന്ത്രമായിട്ട് എടുക്കുകയാണ് തീരുമാനം, അല്ലേ? ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ഈ രീതികൾ വെച്ചിട്ട് താങ്കൾ ഖുറാന്റെ 33-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം ഒന്ന് വായിക്കാമോ പ്ലീസ്? 33-ാമത്തെ 36-ാമത്തെ അൽ അഹ്സാബ് എന്നുള്ള ചാപ്റ്റർ. അൽ അഹ്സാബ്, അൽ അഹ്സാബിലെ ഏതാണ് ആയത്ത്? 36. അതെ, അതിന്റെ അറബി ഖുറാനാണുള്ളത്. മലയാളം കൂടെ ഒന്ന് നോക്കുക. കാരണം നമ്മുടെ കേൾവിക്കാരൊക്കെ മലയാളികളല്ലേ കൂടുതലും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായാലും കുഴപ്പമില്ല. പക്ഷെ അറബി അധികം പേർക്ക് അറിയില്ലല്ലോ ഇവിടെ. ഞാനിത് അറബി, എന്റെയൊക്കെ അങ്ങനെ മലയാളോ ഇംഗ്ലീഷോ ഇല്ല, അറബി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാന് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ അല്ല, മലയാളം കൂടി നോക്ക്. ഓൺലൈനിൽ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം അബൂബക്കറെ. മലയാളത്തില് കിട്ടണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോവുക. വെറുതെ ഗൂഗിൾ എടുക്കാൻ അറിയാവോ ഇന്റർനെറ്റില്? ഹലോ അബൂബക്കർ സാഹിബേ, ഗൂഗിളിൽ പോയിട്ട് ഖുറാൻ, അപ്പൊ ഞാൻ പറഞ്ഞുതരാന്നേ. ഖുറാൻ 33 ഒരു കോളൻ ഇട്ടിട്ട് 36 മലയാളം എന്ന് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. ഖുറാൻ 33 2 കുത്തിനാണ് കോളൻ എന്ന് പറയുന്നത്, മേളിലും താഴ്ത്തു ഇടുന്ന കുത്ത് കോളൻ. 33:36 മലയാളം എന്ന് എഴുതിയിട്ട് സെർച്ച് കൊടുക്കുക. അപ്പൊ ആ സൂറയിലെ ആ ആയത്ത് മാത്രമായിട്ട് മലയാളത്തിൽ എഴുതി വരും ഗൂഗിളിൽ. ശ്രമിക്കുന്നുണ്ട്. ഓക്കെ നോ പ്രോബ്ലം, ടേക്ക് യുവർ ടൈം. 36 മലയാളം. നിങ്ങൾ വായിച്ചോളൂ, ഇത് തുറന്നു വരുന്നില്ല. നിങ്ങൾ വായിച്ചോളൂ, ഞാൻ അത് ശരി, ഇതൊരു തുറന്നു വരുന്നില്ല.
ഓക്കെ, എന്നാ ശരി. തുറന്നു വരുന്നില്ലെങ്കിൽ, പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ, ഇതിങ്ങനെ പഠനത്തിന് നല്ലതാ. ഈ അറബി മാത്രം വായിച്ചിരുന്ന ഒരു പക്ഷെ നിങ്ങൾക്ക് അർത്ഥം ശരിയാ. അല്ലെങ്കിൽ അതല്ലെങ്കിൽ താങ്കൾ ഒരു പണി ചെയ്യൂ, ജസ്റ്റ് അത് കഴിഞ്ഞ് ആ മലയാളം വായിക്കാം. താങ്കൾ ആ അറബി ഓരോന്ന് പദാനുപദം ഒന്ന് തർജ്ജമ ചെയ്തൊന്ന് വായിച്ചേ പ്ലീസ്. അപ്പൊ നമുക്ക് ഞാൻ തെറ്റിച്ചെന്നോ തർജ്ജമക്കാരൻ ഇന്റർനെറ്റിലൂടെ കള്ളക്കളി കളിച്ചൊന്നും പറയില്ല. താങ്കൾ അത് അറബി വായിക്കുക, എന്നിട്ട് മലയാളത്തിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെ പ്ലീസ്. അത് കഴിഞ്ഞ് ഞാൻ വായിക്കാമല്ലോ, ഞാനും വായിക്കാം അത് കഴിഞ്ഞിട്ട്. സോറി, പൂവർ കണക്ഷൻ കൊണ്ട് പറഞ്ഞത് കേട്ടില്ല കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞത് അബൂബക്കർ സാഹിബേ, താങ്കൾ അത് അറബിയിൽ വായിക്കുക കേട്ടോ, ഞാനിപ്പോ പറഞ്ഞത്. എന്നിട്ട് അബൂബക്കർ സാഹിബ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പറയുന്നത് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാനിപ്പോ പറയുന്നത്. നിങ്ങളത് അറബിയിൽ വായിക്കുക, എന്നിട്ട് പദാനുപദം ഇറ്റ്സ് ഓക്കെ, അത് ലീവ് ഇറ്റ്. പദാനുപദം ഞങ്ങൾക്കൊന്ന് തർജ്ജമ ചെയ്ത് തന്നെ അതൊന്ന് കേട്ടിട്ട് ഞാൻ പിന്നെ മലയാളം വായിക്കാം. അപ്പൊ നമുക്ക് വെരിഫൈ ചെയ്യാമല്ലോ കേൾവിക്കാർക്ക് താങ്കൾ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, തർജ്ജമക്കാർക്ക് തെറ്റ് പറ്റിയോ, അതോ താങ്കൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ എന്ന് അറിയാനും പറ്റും. മുഅ്മിനീൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയാറത്തു മിൻ അംരിഹിം. ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ അള്ളാഹും അവരുടെ പ്രവാചകൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഓപ്ഷൻ പിന്നെ അവർക്കുണ്ടാകില്ല. വെരി ഗുഡ്. അത് താങ്കൾ പറഞ്ഞു കുറച്ച് ബ്രേക്ക് ആയി, എന്നാലും ഒന്നും കൂടെ ഞാൻ എന്താണോ അവർ വിളിച്ചത് അത് തന്നെ അവർ സ്വീകരിക്കണം എന്നർത്ഥം. ഓക്കെ. അപ്പൊ അതിന് ഞാൻ ഖുറാനിൽ ഞാൻ വായിക്കട്ടെ, 33, 36 എന്റെ കയ്യിലിരിക്കുന്ന ഈ ഓൺലൈൻ വേർഷനിൽ നിന്ന്. ഹലോ, താങ്കൾ വായിച്ചത് മനസ്സിലായി എനിക്ക്, ഞാൻ വായിക്കട്ടെ മലയാളത്തില്. സോറി, ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ഓവർ കണക്ഷൻ ആയിട്ട് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേട്ടോ, താങ്കൾക്ക് മനസ്സിലായല്ലോ, താങ്കൾ അത് തർജ്ജമയും ചെയ്തു. ഞാൻ ഇനി വായിക്കട്ടെ മലയാളത്തിൽ. അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ കേൾക്കുന്നോ? അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ ആ കാര്യത്തിൽ സ്വതന്ത്ര അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല. ഇങ്ങനെയല്ലേ താങ്കൾ മനസ്സിലാക്കിയത്? അതെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് താങ്കൾ തീരുമാനിച്ചു ഉറപ്പിച്ചത് പ്രകാരം ഇവിടെ തീരുമാനം എടുക്കുന്ന രണ്ടാൾക്കാരൊക്കെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ, ഒരേ അവകാശമുള്ളവർ, ഒന്ന് പ്രവാചകനാണ്, ഒന്ന് അള്ളാഹുവാണ്. അവർ രണ്ടുപേരും ഒരുപോലെ ഇല്ല എന്നുള്ളത് ഖുർആൻ പല സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് അവിടെ ആപേക്ഷികമാണ്. അള്ളാഹു എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ തീരുമാനം, അതായത് അത് വരുന്ന അടിസ്ഥാനപരമായ അള്ളാഹുവിൽ നിന്നാണ്. അത് നടപ്പിലാക്കുന്നവൻ ആരാണ്, അതായത് അവര് പ്രഖ്യാപിക്കുന്നത് ആരാണ് എന്ന് ഒരു അർത്ഥമാണ് അവിടെ വരിക. കാരണം ഞാൻ പറഞ്ഞല്ലോ, രണ്ടാളെ നമ്മൾ പറയുമ്പോൾ അവര് ഒരേ പവർ ഉള്ളവരാണെങ്കിൽ എങ്കിൽ അവര് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആ ജഡ്ജ്മെന്റിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്നാൽ ജഡ്ജ്മെന്റ് ഇവിടെ രണ്ടുപേര് രണ്ട് സ്ഥാനത്തായത് കൊണ്ട് തന്നെ അവർ ഓരോരുത്തരുടെയും ജഡ്ജ്മെന്റ് എന്താണ് അവിടെ വരുന്നത് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി ഇവിടെ ദൈവം നൽകിയ ഒരു ജഡ്ജ്മെന്റ് അത് പ്രവാചകൻ അവർക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഖുർആൻ മൊത്തം മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതിന് മനസ്സിലാക്കുന്നത് വേറെ പല സ്ഥലത്തും അവിടൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പെയിന്റ് ഉണ്ടോ ബാക്കി? അബൂബക്കർ കൂട്ടുകാരാ, ഉദാഹരണത്തിന് അള്ളാഹു അവന്റെ പ്രവാചകൻ അറിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സ്വയം അറിഞ്ഞവൻ, പ്രവാചകൻ അള്ളാഹു അറിയിച്ചു കൊടുത്തറിഞ്ഞവൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മതി, ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത് രണ്ടും ഒരേ കാറ്റഗറിയിൽ പെട്ടവരല്ല അവർ തീരുമാനിക്കുന്നത്. പക്ഷേ താങ്കൾ കേൾവിക്കാരെ വളരെ നൈസായിട്ട് മണ്ടന്മാരാക്കുന്ന രീതിയാണത്. എന്തെന്ന് പറയട്ടെ, ഇങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണ് റസൂലിന് അറിഞ്ഞത്? അത് ആ വാചകത്തിൽ പറയുന്നില്ല. ഒന്ന്, താങ്കൾ ഉത്തരം പറയാൻ വരട്ടെ കേട്ടോ, ഒന്ന് ചിന്തിക്കുക എന്നോടൊപ്പം. അള്ളാഹുവിന്റെ തീരുമാനം റസൂൽ അറിഞ്ഞിട്ടില്ല, മനസ്സിലായല്ലോ? ഒരു സെക്കൻഡ് പറഞ്ഞു കഴിയട്ടെ കൂട്ടുകാരെ, താങ്കൾക്ക് സമയം തന്നല്ലോ, ഞങ്ങൾ എത്രയോ സൗമ്യമായിട്ട് കേട്ടിരുന്നു, താങ്കൾ വളരെ വിശാലമായിട്ട് വിസ്തരിച്ചു. നിക്ക് എങ്ങും പോകണ്ടല്ലോ, നിക്ക്. അപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്നോ എന്ത് കാര്യത്തെ പറ്റിയാണെന്നോ ഖുർആൻ ആയത്ത് പറയുന്നില്ല, അത് ഹദീസുകളിൽ പോകണം, അത് ഇതിലോട്ട് ഞാൻ പോകുന്നില്ല. അതൊന്ന്. രണ്ട്, ഈ
രണ്ട് കാറ്റഗറി, ഒന്ന് ഹ്യൂമൻ കാറ്റഗറി, ഒന്ന് ഗോഡ് കാറ്റഗറി ആണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടി എങ്ങനെയാണ് ഒരുമിച്ച് തീരുമാനിക്കുക? അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി രണ്ടുപേരും കൂടി എങ്ങനെ തീരുമാനിക്കുന്നത്? ഇതിൽ ഒരു ടൈം ഗ്രഡേഷനും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഒന്നതിന് ശേഷമാണ് മറ്റൊന്ന് നടന്നിട്ടുള്ളത് പറഞ്ഞിട്ടില്ലെന്നേ. വളരെ സിമ്പിളായിട്ട് പറയുന്നു, അത് അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ തിരിച്ചെഴുതണമായിരുന്നു, അള്ളാഹു ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ കാര്യം റസൂൽ വെളിപ്പെടുത്തുകയും എന്നിട്ട് ആയതിനാൽ ആ കാര്യത്തെക്കുറിച്ച് എന്ന് പറയുകയാണെങ്കിൽ കൃത്യമാണ്. അതങ്ങനെയല്ല പറയുന്നത്. അള്ളാഹുവും അവന്റെ റസൂലും ഏതുപോലെ ഞാനും അബൂബക്കറും കൂടി എവിടേക്ക് പോകാൻ വേണ്ടി, ഇതിലെ കാറ്റഗറി ഡിഫറൻസ് ഉള്ളൂ. അത് തന്നെ തെറ്റല്ല അങ്ങനെയാണെങ്കിൽ. ഇത് ആരാ പറയുന്നത്? ഖുറാനല്ലേ പറയുന്നത്. രണ്ട് കാറ്റഗറി പെട്ടവരെ നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് ഒന്നാക്കി പറഞ്ഞത് ആരാണ്? അത് നിങ്ങളുടെ കിതാബാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതൊന്ന്. രണ്ട്, ഈ കാര്യം എന്താണ്? അപ്പൊ ഇതെല്ലാം കാര്യത്തിലോട്ട് ഞാൻ പോകുന്നില്ല, ഇവിടെ പങ്കാളികളാക്കി വെച്ചിരിക്കുകയാണ്. അതൊന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ എന്റെ എക്സ്പ്ലനേഷൻ നാട്ടുകാർ കേട്ടു, താങ്കളുടെ എക്സ്പ്ലനേഷൻ കേട്ടു. ഏതാണ് ശരിയെന്ന് നാട്ടുകാർ ഇനി തീരുമാനിക്കട്ടെ. അത്രേ ഉള്ളൂ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. 37 വായിച്ചേ, ഇനി വായിക്കാമോ? 37 അതിന്റെ ബാക്കി അല്ലേ? ആ, അപ്പൊ പങ്കാളി ഉണ്ടോ നമുക്ക് അറിയാന്നേ. ഓക്കെ. ആ 37 وإذ تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي അത് പറയുന്നത്, ഞാനൊരു ആശയം പറയണം മൊത്തം. നീ പറയുന്ന സമയം അങ്ങനെയല്ല അബൂബക്കർ സാഹിബ്, ഇത് കേക്ക്. അങ്ങനെ പറഞ്ഞ ആൾക്കാർ, ഇത് ഞങ്ങൾക്ക് പഠന ക്ലാസ്സും കൂടിയാണ്, മനസ്സിലായോ? അപ്പൊ ഒന്ന് വ്യക്തമായിട്ട് പറയേ, ഓരോ വാക്യങ്ങൾ വായിച്ചിട്ട് താങ്കളൊന്ന് പറഞ്ഞോ. താങ്കൾക്ക് അറബി നല്ല വശമുള്ള പോലെയാണ്, താങ്കളുടെ വായന കേട്ടിട്ട് മനസ്സിലാകുന്നത്. അപ്പൊ ഓരോ സെന്റൻസ് അർത്ഥം വെച്ച് പറഞ്ഞേ. വൈദ് തഖൂലു നീ പറയുന്ന സന്ദർഭം, ലില്ലദി അൻഅമല്ലാഹു അലൈഹി അല്ലാഹു അനുഗ്രഹിച്ച ഒരുത്തനോട് നീ പറയുന്ന ഒരു സന്ദർഭം ഓർക്കുക, അല്ലെങ്കിൽ സന്ദർഭത്തിൽ. അതുപോലെ നീയും അതുപോലെ അവന്റെ മേൽ അനുഗ്രഹം ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയോട് നീ പറയുന്നു, അംസിക് അലൈക സൗജക, നീ നിന്റെ ഭാര്യയെ അവിടെ തന്നെ വെച്ചോളൂ, അതായത് വിവാഹമോചനം ചെയ്യണ്ട. എന്നിട്ട് അള്ളാഹു പ്രവാചകനോട് പറയാണ്, വത്തഖില്ലാഹ, നീ ദൈവത്തെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. വതുഖ്ഫി ഫി നഫ്സിക മല്ലാഹു മുബ്ദീഹി, നീ നിന്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. അത് അള്ളാഹു മല്ലാഹു മുബ്ദീഹി, അള്ളാഹു അത് വെളിപ്പെടുത്തുന്നവനാണ്. ഒരു സെക്കൻഡ്, ക്ലിയർ അല്ല അബൂബക്കർ സാഹിബ്, പാട്ടായിട്ട് പോകുന്നു. ഒന്നും കൂടെ അത് വായിച്ചേ. എന്താന്ന്? നീ മനസ്സിൽ, ഹലോ, ഒന്നും കേൾക്കുന്നില്ല അബൂബക്കർ. നീ നിന്റെ മനസ്സിൽ മറച്ച് നീ നിന്റെ മനസ്സിൽ മറച്ചു വെക്കുന്ന ഒന്ന്, മല്ലാഹു മുബ്ദീഹി, ആ ഒന്നിനെ അള്ളാഹു വെളിപ്പെടുത്തുന്നവനാണ്. വെളിപ്പെടുത്തിയോ? മുഹമ്മദ്, അതായത് മുഹമ്മദ് അല്ലേ അവിടെ? നീന്ന് ഉദ്ദേശിക്കുന്ന മുഹമ്മദിനെ അല്ലേ? അതെ. അപ്പൊ മുഹമ്മദ് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച കാര്യം അവിടെ ഒരു ചെറിയ ഒരു എന്താണ് ഒരു വ്യക്തത കുറവുണ്ട്. അത് തഫ്സീറിലേക്ക് അല്ല, താങ്കൾക്ക് എന്താ മനസ്സിലായത് സഹോദര? പറഞ്ഞേ. മനസ്സിലാകണമെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തെങ്കിലും സത്യം, എന്തെങ്കിലും ഒരു സത്യമായ കാര്യം, അത് സത്യമാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണ്ട, ജനങ്ങളോട് നിന്ന് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നീ പൂർണ്ണമായും പേടിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. അവനാണ്. അതിന് മുൻപത്തെ സെന്റൻസ് ആണ് ആകെ കൺഫ്യൂഷൻ ഉള്ളത്. ഏത്? താങ്കളത് അറബി ഒന്നും കൂടെ വായിച്ചേ. അതിന്റെ അർത്ഥം നീയും ദൈവവും അനുഗ്രഹിച്ച ഒരുത്തനോട് നീ പറയുന്ന സന്ദർഭത്തിൽ നീ എന്താ പറയുന്നത്? അത് കഴിഞ്ഞുള്ളതാണ്. നിർത്തിപ്പോരുക എന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്നിട്ട്
നിന്റെ ഭാര്യയെ നീ സൂക്ഷിക്കുക എന്നാണ് നീ പറയുന്നത്. എന്നിട്ട് എന്നിട്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഓക്കെ, സൂക്ഷിക്കാം. നഫ്സിക മല്ലാഹു മുബ്ദീഹി, നീ നിന്റെ മനസ്സിൽ ഒരു കാര്യത്തെ സൂക്ഷിക്കുന്നു, ആ ഒന്നിനെ അള്ളാഹു ഒരു സെക്കൻഡ് മറച്ചു വെക്കുന്നതാണ് എന്റെ അടുത്തിരിക്കുന്ന കിതാബ്. അതായത് നീ നിന്റെ മനസ്സിൽ ഒരു കാര്യം മറച്ചു വെക്കുന്നു, അങ്ങനെയാണോ അർത്ഥം? ശരിയാണോ? അതായത് അല്ല, അതായതല്ല ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി ശരിയാണോ എന്ന് പറയൂ. അത് ഞാൻ മനസ്സിലാക്കിയതും എന്റെ കയ്യിൽ, അതായത് ഞാനത് കൃത്യം എടുത്ത് വായിക്കാം. അപ്പൊ കുറച്ചും കൂടെ അത് ശരിയാണോ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ശരിയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ എഗ്രി ചെയ്തല്ലോ. ഞാൻ വായിക്കട്ടെ എന്നാലും, എന്റെ കയ്യിലിരിക്കുന്ന മലയാളം ഓൺലൈനിലുള്ളത് വായിക്കട്ടെ. അബൂബക്കർ ഞാൻ വായിക്കട്ടെ. ഈ മനുഷ്യന് അതായത് ഞാൻ ചോദിക്കുകയാണ്, താങ്കളൊന്ന് കണക്ഷൻ താങ്കൾ എവിടെ അകത്തിരിക്കുകയാണോ? വീടിന്റെ അകത്ത് അങ്ങനെ വല്ലതും എടുത്താണോ? ഞാൻ ഈ ഗ്രൂപ്പിൽ മൊബൈൽ ഫോണിലാണോ ക്ലബ് ഹൗസിൽ അങ്ങനെയല്ല കൂട്ടുകാരൻ ഞാൻ ചോദിക്കുന്നത്. താങ്കൾ ഇരിക്കുന്ന ഞാൻ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പൊതുവെ ക്ലബ് ഹൗസിൽ കയറാത്തത് കൊണ്ടാണ്. കാരണം ഞാൻ ചിലപ്പോഴൊക്കെ അല്ല, അത് കുഴപ്പമില്ലെന്നേ, അത് സാരമില്ല. ഞാൻ പറയുവാണ് ഇതിന്റെ എളുപ്പം. ചിലപ്പോൾ അകത്ത് ഇങ്ങനെ അടച്ചിട്ട് റൂമിൽ ഇരിക്കുകയാണെങ്കിലൊക്കെ ചിലപ്പോൾ സിഗ്നൽ പൂറായിട്ട് കാണിക്കും. അപ്പൊ ഒന്ന് പുറത്ത് വരാന്തയിലോ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ ചിലപ്പോ. ഇനി അതല്ല വൈഫൈയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വൈഫൈയുടെ അടുത്തോട്ടൊന്ന് മാറിയിരിക്കുക. ഞാൻ വൈഫൈയുടെ വളരെ അടുത്താണ് ഇരിക്കുന്നത്, റൂമിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. എനിവേ, ഇപ്പോഴും വിട് ഇറ്റ്സ് ഓക്കെ, കേട്ടുകൊള്ളുക. ഓക്കെ, ഞാൻ മലയാളത്തിൽ വായിക്കുക. എന്നിട്ട് വായിച്ച തർജ്ജമ തെറ്റാണെങ്കിൽ താങ്കൾക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഞാനല്ല ഉണ്ടാക്കിയത്, ഇത് ഇന്റർനെറ്റിൽ നിന്ന് വായിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഹലോ, ഞാൻ അബൂബക്കറിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വായിച്ചോട്ടെ? നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അല്ലാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം, എന്നിട്ട് പിന്നെ ബ്രാക്കറ്റിൽ ഓർക്കുക. ഇത്രയും ക്ലിയർ ആണോ? ഇത് താങ്കൾ വായിച്ച അറബിക്ക് തുല്യമാണോ? ഹലോ, എന്താണ് നിങ്ങൾ വായിച്ചത് കേട്ടായിരുന്നു? അപ്പൊ പൂർണ്ണമായി ഞാൻ കേൾക്കുന്നില്ല, അതാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോ ലീവ് ചെയ്യാം. കാരണം വെച്ചാല് പൂർണ്ണമായി കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇല്ലെന്നേ, അത് സാരമില്ല, നിക്ക്, പോകല്ലേ പ്ലീസ്. അങ്ങനെ പോകല്ലേ, വൈഫൈയുടെ അടുത്തല്ലേ. നിക്ക് പോകല്ലേ കൂട്ടുകാരാ, അബൂബക്കറെ പോകല്ലേ കൂട്ടുകാരാ. അത് വായിക്കട്ടെ. ഞാൻ അബൂബക്കർ ഒന്ന് ക്ഷമയോടെ ഇരുന്നാട്ടെ. അത് കഴിഞ്ഞ് പറയണം ഞാൻ വായിച്ച് തെറ്റുണ്ടോന്ന്. നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അല്ലാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. ഇനി അടുത്തത്, അല്ലാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ പേടിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അല്ലാഹുവാകുന്നു. അബൂബക്കർ കേട്ടോ? ഞാൻ വായിച്ചത് തെറ്റുണ്ടോ? സോറി, ഞാൻ ലീവ് ചെയ്യാണ്. ഞാൻ വായിച്ചത് കേട്ടായിരുന്നു അബൂബക്കറെ കൂട്ടുകാരാ. സമയം പോകല്ലേ വെറുതെ. ഓക്കെ, ഇല്ലെന്ന് കുഴപ്പം, ഞങ്ങൾ ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്നവരല്ലേ. എന്തിനാ അബൂബക്കറെ തക്കിയ പറയുന്നത്? ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ. ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ കേൾക്കുന്നില്ല, അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന ചില വാക്ക് കേൾക്കും, ചില വാക്ക് കേൾക്കില്ല, അങ്ങനെ മുറിഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ തുടരാൻ ആഗ്രഹമുണ്ട്. കാരണം ഞാനൊരു സത്യന്വേഷിയാണ്. എനിക്ക് സത്യം ചോയ്സ് ചെയ്യാൻ, തിരഞ്ഞെടുക്കാനുള്ള എന്തുണ്ട്, അവകാശമുണ്ട്.
പിന്നെ അതിൽ അത് എല്ലാം ഉണ്ട്. നമ്മള് പക്ഷേ ഈ ആക്ഷേപിക്കേണ്ട താങ്കൾ ആവശ്യമില്ല. വിശ്വസിക്കുന്ന ദൈവം, പക്ഷെ ഇപ്പൊ താങ്കൾ പോകുന്നതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല പറയാം, പൂർണ്ണമായിട്ട്, അതുകൊണ്ട് താങ്കൾ വിശ്വസിക്കുന്ന ഞാൻ ദൈവം ഇതിനെയാണ് മഹാ ലീവ് ചെയ്യുന്നത്. കാരണം തിരുമണ്ടനും ഒറ്റ ദൈവം അല്ലെന്നും ഞങ്ങൾ വായിച്ച് തെളിയിക്കുകയാണ്. താങ്കൾ പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. താങ്കൾക്കത് മനസ്സിലാകാൻ വേണ്ടി വരുമ്പോൾ താങ്കൾ ഇപ്പൊ സിഗ്നൽ ഇല്ല, എന്റെ കേൾക്കുന്നില്ല, അറബിയിൽ ചില നിങ്ങൾ സംശയമുണ്ട്, ഇങ്ങനെ പറയില്ല എന്റെ കൂട്ടുകാരാ. ഇതെന്തിനത്? വായിച്ച് ഇതാരെ കബളിപ്പിക്കുന്നത്? അങ്ങനെ നിങ്ങൾക്ക് വായിച്ചൊരിക്കലും തെളിയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ എനിക്ക് താങ്കൾ വായിച്ചത് പറയാനുള്ളത്, ആരെ തെളിഞ്ഞു. കബളിപ്പിക്കുന്നത്? 2 വചനം കൊണ്ട് തെളിഞ്ഞു. ഇവിടെ നരകത്തിലേക്ക് പോകും എന്ന് അബൂബക്കർ ഒന്ന് മ്യൂട്ട് ചെയ്യേ, അബൂബക്കർ ഒന്ന് മ്യൂട്ട് ചെയ്യേ. ഇവിടെ സത്യ ആഹാ അബൂബക്കറിന് മെസ്സേജ് വന്നതാണ്, ഓടിക്കോ ഓടിക്കോ എന്ന് മെസ്സേജ് വന്നതാണ്. അബ്രഹാം ബ്രദർ പ്രൈസ് ലോർഡ്. കേട്ടോ, നല്ലൊരു ചർച്ചയായിരുന്നു. ഓടിക്കളഞ്ഞു, ഓടിക്കളഞ്ഞു. ഞങ്ങള് പറഞ്ഞു അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞിട്ടും പോയി കളഞ്ഞു. വലിയ ആളായിട്ട് വന്നതാ. അയ്യോ, യു ഡിഡ് എ വെരി ഗുഡ് ജോബ് സത്യ ബ്രദർ, റിയലി കൺഗ്രാജുലേറ്റ് യു. ഇറ്റ് വാസ് എ നൈസ്, യാ, ഇറ്റ് വാസ് എ ഞാൻ എന്നെ തന്നെ ഒന്ന് ഗുഡ്, കൺട്രോൾ ചെയ്ത് പഠിച്ചതാ. എനിക്ക് റിയലി റിയലി യെസ്. ക്ഷമയുടെ നെല്ലിപ്പടിയിലെത്തി. Thank you, thank you, thank you. It was a very good. No, actually, you were to the point. You were on the point. You did not try to dissuade anything. So it was a good conversation. Anyway, let him come back. ഇനി വീണ്ടും തിരിച്ചു വരുമെന്ന് നമുക്ക് ആശിക്കാം. പക്ഷെ ഈ ആദ്യം പറഞ്ഞ ആയത്തിലും രണ്ടാമത് പറഞ്ഞ ആയത്തിലും അയാൾ കുടുങ്ങി. അതിൽ അവ്യക്തതയുണ്ടെന്ന് പറഞ്ഞു. അറബിയിൽ അവ്യക്തതയുണ്ടെന്ന്. വ്യക്തമായും ക്ലിയറായും ഇറങ്ങിയ ഒരു കിതാബാണിത്. അതില് മുസ്ലിം പണ്ഡിതന് അവ്യക്തതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ, കഴിഞ്ഞില്ലേ? അള്ളാഹുവിന്റെ കിതാബിൽ അവ്യക്തതയുണ്ടെന്നാ പറഞ്ഞത്.